ബിഗ് ബോസ് വീട്ടില് ധാർഷ്ട്യത്തിന് കയ്യും കാലം വെച്ച അഹങ്കാരിയായ, പറഞ്ഞാൽ കേൾക്കാത്ത, വൃത്തിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, അങ്ങനെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അത്രയും കാറ്റഗറിയിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ തന്നെയാണ്. ഇപ്പൊ രാവിലെ തന്നെ ബിഗ് ബോസിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്, മൈക്കിടില്ല. അത് പിന്നെ സ്ഥിരമാണ്. നിലവിൽ ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. ക്യാപ്റ്റൻ ബാൻഡ് ജിൻഡോയ്ക്ക് കൈമാറി കഴിഞ്ഞാലേ അതിന് ഉത്തരവാദിത്തം ഒഴിയുള്ളൂ. അത് കഴിഞ്ഞാലാണ് ക്യാപ്റ്റൻ ആവുന്നത് ജിൻഡോ. പക്ഷെ അപ്പൊ പോലും ഒരൊറ്റ ഉത്തരവാദിത്വം ഇല്ലാതെയാണ് ജാസ്മിന്റെ പെരുമാറ്റം. പിന്നെ ബഹുമാനം എന്നുള്ളത് തീരെയില്ല. ജിൻഡോ പോയി പറയുന്നുണ്ട്, മൈക്ക് ധരിക്കുമെന്ന് പറയുന്നുണ്ട്. ജിൻഡോ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. ആ വാഴയുടെ ചോട്ടിൽ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ജാസ്മിൻ മൈക്ക് ഊരി മാറ്റി വെച്ചിട്ടാണ് കിടന്ന് ഒരു പില്ലോ മുഖത്ത് വെച്ച് സംസാരിക്കുന്നത്. മൈക്ക് ധരിക്കടി എന്ന് പറയുന്നുണ്ട്. പോടാ, പോയി പണി നോക്കടാ, നീ പോയി കംപ്ലൈന്റ് കൊടുക്കടാന്നാ പറയുന്നത്. ഇത്രയും അഹങ്കാരം ആര് പറഞ്ഞാലും കേൾക്കില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടേ കേട്ടിട്ടില്ല, പിന്നെയാണോ എന്ന ലെവലാണ് അവളുടെ. മൈക്ക് ധരിക്കാൻ വലിയ എണിച്ച് വീട്ടിൽ പോടി എന്നൊക്കെ പറഞ്ഞു ജിൻഡോ കൊണ്ട് വക ആട്ടുണ്ട്. ഈ റൂൾ ബ്രേക്ക് എന്നുള്ളത് മൈക്ക് ധരിക്കാത്ത മെയിൻ റൂൾ ബ്രേക്കാണ്. ഇത് എത്രയോ തവണ ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞു. ലാലേട്ടൻ പോലും ഒരു തവണ പറഞ്ഞു, എല്ലാവരെയും കാണിച്ചും കൊടുത്താണ്. എന്നിട്ട് പോലും യാതൊരു ഉളുപ്പുമില്ല. അവസാനം ബിഗ് ബോസ് വിളിച്ച് ആട്ടിയപ്പോഴാണ് മൈക്കിലേക്ക് നോക്കുന്നത്. അത്രയും അഹങ്കാരം. ഇതൊന്നും എനിക്ക് വിഷയമില്ല എന്നുള്ളതാണ് ജാസ്മിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കുറെയൊക്കെ മുൻപ് ഒരു ഗോഷ്ഠികൾ കാണിച്ച് പ്രേക്ഷകരെ പറ്റിക്കാൻ നോക്കി. ഇപ്പൊ കരച്ചിലിന്റെ മെഴുകിക്കൊണ്ടാണ് പ്രേക്ഷകരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച സാധനം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ഒരു മാതൃകയാക്കിയിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ പിടിച്ചു നിർത്തേണ്ട അത്ര ഗതികേടുണ്ടോ? എടുത്ത് പുറത്ത് കളയുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താണിത്? ഇതൊക്കെ കണ്ട് പ്രേക്ഷകർ എന്താണ് വിചാരിക്കേണ്ടത്? 23 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ഇങ്ങനെ പെൺകുട്ടികൾ വളർന്നു വരുന്നവരെല്ലാം ഇത്രയും അഹങ്കാരിയും ധാർഷ്ട്യക്കാരിയും ബഹുമാനമില്ലാത്തതും ആരെയും വില വയ്ക്കാത്തതുമായ പെൺകുട്ടികൾ ഇപ്പോഴും സമൂഹത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ആവണം ഒരു പെൺകുട്ടിയായി എന്നുള്ള മാതൃകയ്ക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണോ? മനസ്സിലാവണില്ല. ഇതിനെല്ലാം എന്നേ തൂക്കി പുറത്തു കളയേണ്ട സമയം കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് താഴെ കമന്റ് ബോക്സിൽ പോരട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.